അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 21 വെള്ളിയാഴ്ച. നീറ്റ് നെറ്റ് പരീക്ഷാ വിവാദത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. പാർലമെന്റ് വളയൽ സമരത്തിന്റെ ഭാഗമായി കോൺഗ്രസ് നടത്തിയ മാർച്ചിലാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായത്. കേന്ദ്ര സർക്കാരിനെതിരെ മുദ്രാവാക്യം മുഴക്കി പാർലമെന്റിലേക്ക് നടത്തിയ കോൺഗ്രസ് മാർച്ച് ദില്ലി പോലീസ് തടഞ്ഞതോടെയാണ് സംഘർഷമുണ്ടായത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് UP, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ചോദ്യം ചെയ്യലിനെ പോലീസ് നോട്ടീസ് അയച്ചു. പരീക്ഷാ കേന്ദ്രങ്ങളിൽ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ക്രമക്കേടിനെതിരെ കോൺഗ്രസ് ലഖ്നൌവിൽ നടത്തിയ പ്രതിഷേധവും സംഘർഷത്തിൽ കലാശിച്ചു. UGC നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ പരീക്ഷയ്ക്ക് 48 മണിക്കൂർ മുമ്പ് ചോർന്നുവെന്ന് CBI കണ്ടെത്തി. 6 ലക്ഷം രൂപയ്ക്ക് വരെയാണ് വിൽപ്പനയ്ക്ക് വെച്ചതെന്നാണ് CBI അന്വേഷണത്തിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ CBI അന്വേഷണത്തിന്റെ പ്രാഥമിക വിവരങ്ങളാണ് പുറത്തുവന്നത്. 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ ജമ്മുകശ്മീരിൽ യോഗാ ദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള നന്മയ്ക്കായുള്ള പ്രതിനിധിയായാണ് യോഗയെ ലോകം കാണുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്രമന്ത്രിമാരായ JP നഡ്ഡ, കിരൺ റിജ്ജു, സഹമന്ത്രി ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ളവർ ദില്ലിയിലെ യോഗ ദിനാഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. സമൂഹത്തിന്റെ രോഗാതുരത കുറയ്ക്കുന്നതിൽ യോഗയ്ക്ക് പരമപ്രധാന സ്ഥാനമുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. യോഗ പ്രചാരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഈ വർഷം പുതുതായി 10,000 യോഗ ക്ലബ്ബുകൾ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡ് മാധ്യമങ്ങളിലും എല്ലായിടത്തും പരിഹാസമായി മാറിയെന്ന് നിയമസഭയിൽ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. നാളെ ഉച്ചയ്ക്ക് ശേഷം സ്ഥലം സന്ദർശിക്കുമെന്നും മഴക്കാലത്ത് വെള്ളം കയറാതെ സംരക്ഷിക്കാൻ നടപടിയുണ്ടാകുമെന്നും അതിന്റെ പ്രശ്നം പരിഹരിക്കാൻ തീരുമാനിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. KR കേളുവിന് ദേവസ്വം വകുപ്പ് നൽകാത്തതിനെതിരെ പ്രതിഷേധവുമായി ആദിവാസി ഗോത്ര മഹാസഭ. K. രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞപ്പോൾ അദ്ദേഹം വഹിച്ചിരുന്ന ദേവസ്വം വകുപ്പ് പകരമെത്തുന്ന നിയുക്ത മന്ത്രി OR കേളുവിനെ നൽകാത്തതിനെതിരെയാണ് ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് M. ഗീതാനന്ദൻ രംഗത്തെത്തിയത്. OR കേളുവിനെ ദേവസ്വം വകുപ്പ് നൽകാത്തത് സവർണരെ പ്രീണിപ്പിക്കാനാണെന്ന് ഗീതാനന്ദൻ ആരോപിച്ചു. OR കേളു CPMന്റെ തമ്പ്രാൻ നയത്തിന്റെ ഇരയാണെന്നും മന്ത്രിയാക്കിയെങ്കിലും പ്രധാന വകുപ്പുകൾ ഒഴിവാക്കിയെന്നും BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ വിമർശിച്ചു. പട്ടികവർഗക്കാരോടുള്ള നീതി നിഷേധമാണിത്. K. രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്ത എല്ലാ വകുപ്പുകളും കേളുവിന് നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോടൈം സ്പീക്കർ പദവി നൽകാത്തത് വിവേചനമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കൊടിക്കുന്നിൽ സുരേഷിനെ ഒഴിവാക്കിയത് എന്തുകൊണ്ടാണെന്നും കൊടിക്കുന്നിലിന്റെ അയോഗ്യതയ്ക്ക് എന്താണ് കാരണമെന്നും സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കാനുള്ള അർഹത പോലും അദ്ദേഹത്തിനില്ലേയെന്നും ദളിത് വിഭാഗത്തിൽ നിന്നുള്ളതുകൊണ്ടാണോ കണക്കിലെടുക്കാത്തതെന്നും KC വേണുഗോപാൽ ചോദിച്ചു. കാക്കനാട് DLF ഫ്ളാറ്റ് സമുച്ചയത്തിൽ നിന്നും ആരോഗ്യവകുപ്പ് പരിശോധനയ്ക്കയച്ച സാമ്പിളുകളിൽ ഫലം ലഭിച്ച 3 സാമ്പിളുകളിൽ കോളിഫോം ബാക്ടീരിയകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. ഫ്ളാറ്റിൽ വയറിളക്ക രോഗബാധയെ തുടർന്ന് കേരള പൊതുജനാരോഗ്യ നിയമം 2023, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വിവിധ വകുപ്പുകൾ എന്നിവ പ്രകാരം കാക്കനാട് പൊതുജനാരോഗ്യ അധികാരിയായ മെഡിക്കൽ ഓഫീസർ ഫ്ളാറ്റ് അസോസിയേഷന് നോട്ടീസ് നൽകി. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയകൾ മുടങ്ങി. കാത് ലാബിലെ ഫ്ലൂറോസ്കോപ്പിക് ട്യൂബ് കേടായതിനെ തുടർന്നാണ് ശസ്ത്രക്രിയ മുടങ്ങിയത്. എൻജിയോഗ്രാം, എൻജിയോപ്ലാസ്റ്റി,
പേസ് മേക്കർ ഘടിപ്പിക്കൽ എന്നിവയാണ് മുടങ്ങിയത്. ശസ്ത്രക്രിയയ്ക്കായി നേരത്തെ പ്രവേശിപ്പിച്ച 26 രോഗികളെ ശസ്ത്രക്രിയ നടത്താതെ തിരിച്ചയച്ചു. കുർബാന തർക്കത്തിൽ വൈദികർക്കെതിരായ നടപടിയുടെ കാര്യത്തിൽ സിനഡിൽ വിയോജിപ്പുണ്ടെന്ന് സ്ഥിരീകരിച്ച് ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണികുളങ്ങര. ദില്ലിയിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനുമായി കൂടിക്കാഴ്ചയ്ക്കെത്തിയപ്പോൾ സംസാരിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണികുളങ്ങര. ഇടതുപക്ഷത്തിന്റെ ഇന്നത്തെ സമ്പൂർണ്ണ തകർച്ചയുടെ കാരണം പിണറായി വിജയനും സിപിഎമ്മും നടത്തിയ അമിത വർഗീയ പ്രീണനമാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. വർഗീയതയെ പ്രീണിപ്പിച്ച് സ്വയം നശിക്കുന്ന അവസ്ഥയിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി എത്തിയെന്നും അദ്ദേഹം വിമർശിച്ചു. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ജയിക്കുന്ന സ്ഥാനാർത്ഥി വരുമെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. കൂടിയാലോചനകൾക്ക് ശേഷം സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഊർജ്ജം കിട്ടിയിട്ടുണ്ട്. പാലക്കാട് നേരത്തെ ഷാഫി ജയിച്ചത് മുസ്ലിം സഖാക്കളുടെ വോട്ടുകൊണ്ടാണ്. ഇത്തവണയും ക്രോസ് വോട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു. വെള്ളാപ്പള്ളിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്ത മുഖപത്രം. വെള്ളാപ്പള്ളി ആർഎസ്എസിന് വേണ്ടി ഒളിസേവ നടത്തുന്നുവെന്നും സംഘപരിവാറിന്റെ അജണ്ട നടപ്പാക്കാനാണ് വെള്ളാപ്പള്ളിയുടെ ശ്രമമെന്നും മുഖപ്രസംഗത്തിൽ ആരോപണം. മൈക്രോ ഫിനാൻസ് കേസിൽ നിന്ന് വെള്ളാപ്പള്ളി ഊരിപ്പോന്നത് എങ്ങനെയാണെന്നും സുപ്രഭാതം എഡിറ്റോറിയലിൽ ചോദിക്കുന്നു. പാർലമെന്റിലും സർക്കാർ ഉദ്യോഗങ്ങളിലും മുസ്ലിങ്ങൾ കൂടുതലാണെന്ന് പറയുന്ന വെള്ളാപ്പള്ളി കണക്കുകൾ പരിശോധിക്കണമെന്നും സുപ്രഭാതം മുഖപ്രസംഗത്തിൽ വ്യക്തമാക്കുന്നു. മുൻ ഡിജിപി CB മാത്യൂസിനെതിരെ പ്രഥമദൃഷ്ട്യാ കേസ് നിലനിൽക്കുമെന്ന സിംഗിൾ ബെഞ്ച് പരാമർശം ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. CB മാത്യൂസിന്റെ നിർഭയം എന്ന ആത്മകഥാ പുസ്തകത്തിൽ സൂര്യനെല്ലി പെൺകുട്ടിയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയെന്നായിരുന്നു ആരോപണം. സൂര്യനെല്ലി കേസിലെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ടിരുന്ന KK ജോഷിയാണ് CB മാത്യൂസിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. അട്ടപ്പാടിയിൽ സർക്കാർ സ്കൂളിന്റെ ഫ്യൂസ് ഊരി KSEB. അഗളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വൈദ്യുതിയാണ് വിച്ഛേദിച്ചത്. 4 മാസത്തെ വൈദ്യുതി ബിൽ കുടിശ്ശികയായ 53,201 രൂപ അടച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് വൈദ്യുതി മന്ത്രിക്ക് N ഷംസുദ്ദീൻ MLAയും കത്ത് നൽകി. തക്കാളി വില മുകളിലേക്ക്. പൊതുവിപണിയിൽ 100 രൂപയും ഹോർട്ടികോർപ്പിന്റെ ഔട്ട്ലെറ്റുകളിൽ 110 രൂപ വരെയുമായി വില. കൊച്ചിയിൽ തക്കാളിക്ക് 105 രൂപയെങ്കിൽ തിരുവനന്തപുരത്തെ സ്റ്റാളിൽ 80 രൂപയാണ് വില. പച്ചക്കറിക്കൊപ്പം പലവ്യഞ്ജനങ്ങളുടെയും ധാന്യങ്ങളുടെയും വിലയും കുതിക്കുകയാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഞായറാഴ്ച അതിതീവ്ര മഴ മുന്നറിയിപ്പ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 204.4 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് അതിതീവ്രമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFEയുടെ ഗാലക്സി ചിട്ടികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി ഇനി ആഘോഷ ചിട്ടി. കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 50ആയി. വ്യാജമദ്യ ദുരന്തത്തിലെ മുഖ്യപ്രതി ചിന്നദുരൈ കടലൂരിൽ നിന്നും പിടിയിലായി. 70-ലധികം വ്യാജമദ്യ കേസുകളിലെ പ്രതിയാണ് അറസ്റ്റിലായ ചിന്നദുരൈ. ഇന്ന് രാവിലെ 6 മരണം കൂടി റിപ്പോർട്ട് ചെയ്തിരുന്നു. ജിപ്മർ ആശുപത്രിയിൽ 10 പേർ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. 4 ജില്ലകളിലായി 100ഓളം ആളുകളാണ് ചികിത്സയിൽ കഴിയുന്നത്. കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ തമിഴ്നാട് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ചെന്നൈ ഹൈക്കോടതി. സർക്കാർ പുതപ്പുമൂടി ഒളിക്കേണ്ടെന്നും ഇതൊന്നും നിസ്സാരമല്ലെന്നും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം നഷ്ടമായത് മനുഷ്യജീവനുകളാണെന്നും ദുരന്തത്തിൽ എന്ത് നടപടിയാണ് സർക്കാർ എടുത്തതെന്ന് കൃത്യമായി അറിയിക്കണമെന്നും കോടതി അറിയിച്ചു. അനധികൃത മദ്യം ഒഴുകുന്ന വഴി എങ്ങനെ എന്ന അന്വേഷണ റിപ്പോർട്ടുകൾ കണ്ടിരുന്നു. ഇതിലെല്ലാം സർക്കാരിന് എന്ത് മറുപടിയാണ് നൽകാനുള്ളതെന്നും കോടതി ചോദിച്ചു. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യ ഉത്തരവിന് താൽക്കാലിക സ്റ്റേ നൽകി ദില്ലി ഹൈക്കോടതി. ഉത്തരവ് തൽക്കാലം പ്രാബല്യത്തിൽ വരില്ലെന്ന് ഹൈക്കോടതി അറിയിച്ചു. ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ED സമർപ്പിച്ച ഹർജി അടിയന്തരമായി കേൾക്കുമെന്നും കോടതി അറിയിച്ചു. ഹർജി കേൾക്കുന്നതുവരെയാണ് താൽക്കാലിക സ്റ്റേ നൽകിയിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ NCP SP വിഭാഗം സ്ഥാനാർത്ഥി നീലേഷ് ലങ്കയോട് ബന്ധപ്പെട്ട BJP സ്ഥാനാർത്ഥി സുജയ് വിഖെ പാട്ടീൽ EVM പരിശോധിക്കാൻ അടച്ചത് 18.9 ലക്ഷം രൂപ. 40 EVMകളുടെ പരിശോധന നടത്തുന്നതിനായാണ് ഇത്. വോട്ടിംഗ് മെഷീന്റെ മൈക്രോ കൺട്രോൾ പരിശോധിക്കാനായാണ്
സുജയ് വിഖെ പാട്ടീൽ വൻ തുക കെട്ടിവച്ചിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിലാണ് സുജയ് വിഖെ പാട്ടീൽ പരാജയപ്പെട്ടത്. പാകിസ്ഥാനിൽ ഖുറാനെ അപമാനിച്ചെന്നാരോപിച്ച് ഒരാളെ ആൾക്കൂട്ടം കൊലപ്പെടുത്തി മരത്തിൽ കെട്ടിത്തൂക്കിയതായി റിപ്പോർട്ട്. വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വയിലെ സ്വാത് ജില്ലയിലാണ് സംഭവം. ഖുറാനെ അവഹേളിച്ചുവെന്നാരോപിച്ച് രോഷാകുലരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും കസ്റ്റഡിയിൽ നിന്ന് ബലമായി മോചിപ്പിക്കുകയും ചെയ്ത ശേഷമാണ് കൊലപ്പെടുത്തി മരത്തിൽ കെട്ടിത്തൂക്കിയത്. സംഘർഷത്തിൽ 8 പേർക്ക് പരിക്കേറ്റുവെന്ന് പോലീസ് പറഞ്ഞു. T20 ലോകകപ്പിലെ സൂപ്പർ 8 പോരാട്ടത്തിൽ ബംഗ്ലാദേശിനെ കീഴടക്കി ഓസ്ട്രേലിയ. മഴ കളിമുടക്കിയ മത്സരത്തിൽ 28 റൺസിനാണ് ഓസീസിന്റെ ജയം. ബംഗ്ലാദേശ് നിശ്ചിത 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 140 റൺസെടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഓസീസ് 2 വിക്കറ്റിന് 100 റൺസ് എന്ന ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് മഴ കളിമുടക്കിയത്. ഡക്വർത്ത് ലൂയിസ് നിയമപ്രകാരം ആ ഘട്ടത്തിൽ ഓസീസിനെ 72 റൺസാണ് ജയിക്കാൻ വേണ്ടിയിരുന്നത്. അതോടെ സൂപ്പർ 8 മത്സരം ജയത്തോടെ തുടങ്ങാൻ മാർഷിനും സംഘത്തിനും കഴിഞ്ഞു. കോപ്പ അമേരിക്കയുടെ ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കാനഡയെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് കീഴടക്കി. മെസ്സി അടക്കമുള്ള അർജന്റീന താരങ്ങൾ നിരവധി അവസരങ്ങൾ തുലച്ച മത്സരത്തിൽ ജൂലിയൻ അൽവാരസും ലൌട്ടാറോ മാർട്ടിനസുമാണ് ഗോളടിച്ചത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.